നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാത്തിരുന്ന LD ടൈപ്പിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കാറ്റഗറി നമ്പർ 725/2022 എക്സാമിൻ്റെ ലിസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയുടെയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെയും ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 മാർക്കാണ്. അപ്പോൾ 53 മാർക്കിന് മുകളിലോട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 99 പേരാണ്. വളരെ ചുരുങ്ങിയ ഒരു ലിസ്റ്റാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളൂ. മെയിൻ ലിസ്റ്റിൽ 99 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 112 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റിൽ 8 പേരാണുള്ളത്. അങ്ങനെ 219 പേരുടെ ലിസ്റ്റാണ് ഇത്തവണ ആലപ്പുഴ ജില്ലയുടെ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റും. പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 56.67 ആണ്. അപ്പോൾ ഈ 56.67 മാർക്കിന് മുകളിലോട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് പത്തനംതിട്ട ജില്ലയുടെ LD ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 100 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 108 പേരും അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 11 പേരെയും. അങ്ങനെ മൊത്തം 219 പേരുടെ ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മെയിൻ ലിസ്റ്റിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 12-നായിരുന്നു LD ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് പോലെയുള്ള എക്സാമുകൾ നടന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ആലപ്പുഴ ജില്ലയുടെയും പത്തനംതിട്ടയുടെയുമാണ് ലിസ്റ്റുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളുടെ ലിസ്റ്റുകൾ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഏകദേശം 1-2 ആഴ്ചക്കകം എല്ലാ ലിസ്റ്റുകളും വരാനുള്ള സാധ്യതയുണ്ട്. സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് ഒക്കെ മനസ്സിലായിരുന്നു. ഇപ്പോൾ എത്രത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും ടൈപ്പിസ്റ്റ് എക്സാമുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, സമയമൊന്നും പാഴാക്കാതിരിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ വേഡ്, എക്സൽ, പവർ പോയിന്റ്, കമ്പ്യൂട്ടർ ബേസിക്സ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ ടൈപ്പിസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഓരോ പ്ലേലിസ്റ്റിലുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റുകൾ നോക്കി ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അതുപോലെ ഇങ്ങനെയുള്ള എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.